ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ കഥ തുടങ്ങുന്നത് നമ്മുടെ വർഷ എന്നെ വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുവാണ് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് റൂമിൽ പോയി നോക്കുമ്പോൾ വർഷ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് വിളിക്കും വർഷയെന്ന് ഇങ്ങനെ വിളിക്കും. അവൾ മൈൻഡാക്കില്ല. ഇങ്ങനെ നോക്കിയിട്ടൊന്ന് വീണ്ടും ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരും. ശ്രീകാന്ത് എന്നിട്ട് ഫോൺ പിടിച്ച് വിളിച്ചിട്ട് ചാടിക്കളി സോഫയിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇടും. അപ്പോൾ വർഷ ചോദിക്കും, ശ്രീകാന്ത് എന്തായി കാണിച്ചത്? ഞാനിപ്പോൾ ഗെയിം കളിച്ചിട്ട് ജയിക്കേണ്ടതായിരുന്നു, ഇപ്പോൾ എന്തായി കാണിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ ഒന്നും അറിയുന്നില്ല, ഞാനിവിടെ വന്നതും നിന്നെ വിളിച്ചതും ഒന്നും നീ അറിയുന്നില്ല, ഫോണിലെ ഗെയിമിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഞാൻ വിളിച്ചത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വർഷ പറയും, ശ്രീകാന്ത് വന്നതും വിളിച്ചതും തൊട്ടതും ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു, ഇപ്പം എന്താ ശ്രീകാന്തിന് വേണ്ടത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, വാ നമുക്ക് വീട്ടിലേക്ക് പോകുമെന്ന് പറയും. അപ്പോൾ വർഷ പറയും, എനിക്കെന്താ ബോധമില്ലേ, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ ഇപ്പോൾ ഉള്ളതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇതല്ല നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറയും. അപ്പോൾ വീണ്ടും വർഷം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, നമ്മുടെ വീടോ, നമുക്കിതല്ലാതെ പിന്നെ നമ്മൾ പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ലോണൊക്കെ എടുത്തിട്ട് പുതിയ വീട് വാങ്ങാമെന്നല്ലേ വിചാരിച്ചത്, പിന്നെ ആയിട്ടില്ലല്ലോ എന്ന് പറയും, വാങ്ങിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ എന്താ തമാശ പറയുകയാണോ കളിക്കുവാണോ, നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അതിന് ശ്രീകാന്തിന് വീടുണ്ടോ, അത് ശ്രീകാന്തിൻ്റെ വീടാണോ, ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും വീടല്ലേ അതെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, അത് ഇത്രയും ദിവസം നമ്മൾ താമസിച്ചത് അവിടെയല്ലേ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ വർഷ പറയും, ഇല്ല, എൻ്റെ അച്ഛനെ അടിച്ച് അപമാനിച്ച് ആ വ്യക്തി നിൽക്കുന്ന വീട്ടിൽ ഞാൻ ഇനി വരില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഏട്ടൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, നിൻ്റെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, രേവതി എടുത്തി മോഷ്ടിച്ചു എന്നങ്ങനെ പറയാവോ, ഏട്ടന് അത് രേവതി എടുത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ സഹിച്ചില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയി എന്നിങ്ങനെ പറയും. അപ്പോൾ വർഷ പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തെന്നായാലും നിൻ്റെ ഏട്ടൻ ചെയ്തത് തെറ്റല്ലാതാവുന്നില്ല എന്നിങ്ങനെ പറയും. എൻ്റെ അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല, പക്ഷേ നിൻ്റെ ഏട്ടൻ ചെയ്തത് തെറ്റല്ലാതാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പിന്നെ ഒന്നും മിണ്ടില്ല. എന്നിട്ട് പറയും, അതൊന്നും വിട്ടേക്ക്, നീ വാ എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, അച്ഛൻ എന്നെ വിളിച്ചു, അച്ഛൻ നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ പറയും. അച്ഛന് നല്ല വിഷമമുണ്ടെന്ന് ആദ്യം പറയും. അപ്പോൾ വർഷ പറയും, അത് പിന്നെ ഇല്ലാതിരിക്കും, എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അടി കിട്ടതില്ലേ എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, നിൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്, നമ്മളോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, വാ പോവാന്നിങ്ങനെ പറയും. അച്ഛൻ നല്ല വിഷമമുണ്ടെന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഓ, നിൻ്റെ അച്ഛന് വിഷമം വന്നപ്പോൾ, ശ്രീകാന്തിൻ്റെ അച്ഛന് വിഷമം വന്നപ്പോൾ നിനക്ക് വേദനിച്ചു, നിനക്ക് സങ്കടം വന്നു, അതുകൊണ്ട് അതിനൊരു കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സങ്കടം വിഷമമൊക്കെ ഞാൻ കാഷ്വലായിട്ട് എടുക്കണം എന്നാണോ നീ പറയുന്നതെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതൊന്നും അല്ല എന്നിങ്ങനെ പറയും. വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും. പക്ഷേ വർഷ ഒരിക്കലും ഇങ്ങനെ അടുക്കുന്നില്ല, അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷ, നീ ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഒരു ഡിഷ് പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സോൾട്ടോ പേപ്പറോ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ശരിയാക്കാൻ നോക്കണം. അത് പക്ഷേങ്കിൽ ഒന്നുകിൽ കുറച്ച് ട്രൈ ചെയ്തിട്ടത് ശരിയാവുന്നില്ലെങ്കിൽ അത് വിടണം, എന്നിട്ട് പുതിയ ഡിഷ് ഉണ്ടാക്കണം. അല്ലാതെ ആ ഡിഷ് തന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ബേണായിട്ട് ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിലാവുകയേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാൻ പാടില്ല, പ്രശ്നം നമ്മൾ മറക്കണം, എന്നിട്ട് അതാണ് ലൈഫ്, മറന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നിക്കണം, അങ്ങനെയൊക്കെയാണ് ലൈഫ് എന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഓ, നീ നിൻ്റെ ജോബിനെ വെച്ചിട്ട് ഫിലോസഫി പറയുകയാണല്ലേ എന്നിങ്ങനെ പറയും. എന്നാൽ ഞാൻ എൻ്റെ ജോബിനെ കുറിച്ചിട്ട് പറയാം. നമ്മളൊരു സീനിൽ ഒരു ക്യാരക്ടറിൽ ഡയലോഗ് പറയുമ്പം അത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും പറയുന്നു ശരിയാക്കണം, ശരിയാവുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതല്ല അത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ മതി പോട്ടെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സീനിൽ കറക്റ്റ് വരുമ്പം നമുക്ക് വിഷമം തോന്നും, അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു, മാറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം പ്രശ്നങ്ങളും അതുപോലെ തന്നെയാണ്, ലൈഫും അതുപോലെ തന്നെയാണ്. ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണുന്നത് വരെ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ ഇപ്പം വരുന്നോ ഇല്ലയോ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഞാൻ വരുന്നില്ല, പക്ഷേ അതേസമയം ശ്രീകാന്ത് പോകുന്നത് ഞാൻ തടയേയില്ല എന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകും. ശ്രീകാന്ത് പോകുമ്പം താഴെ വർഷയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ശ്രീകാന്ത് നിന്നിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് താഴെ പോകുമ്പോൾ മഹിമ പെട്ടെന്ന് വന്നിട്ട്, ആ മോനെ ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ പറയും, എന്തെങ്കിലും കഴിക്കുക എന്ന് പറയും. ശ്രീകാന്ത്, വേണ്ട ആൻറ്റി, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് പറഞ്ഞിട്ട് പോവും. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയും, എന്തെങ്കിലും കഴിക്കുക, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്, വെറുതെ വിശപ്പില്ലെന്നൊക്കെ വെറുതെ പറയുന്നില്ല, എന്തെങ്കിലും കഴിക്കുക എന്ന് പറയും. ശ്രീകാന്ത് പറയും, വേണ്ട അങ്കിളെ വേണ്ട, പോവുകയാണെന്നിങ്ങനെ പറയും.
അപ്പോൾ എന്നാലും എന്തെങ്കിലും കഴിക്കുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ മഹിമ പറയും, എങ്ങനെ കഴിക്കാനാണ്, കഴിക്കേണ്ട ഒരു മാനസികാവസ്ഥയല്ലല്ലോ, ഇന്നൊരു സന്തോഷിക്കേണ്ട ദിവസം ഇങ്ങനെയൊക്കെ നടന്നില്ലേ എന്ന് പറയും. അതിൻ്റെ ഒരു വിഷമത്തിലാന്ന് ഇങ്ങനെ പറയും. അപ്പോൾ മധുസൂദനൻ പറയും, അതിനെന്ത് ഞാനാണോ കാരണക്കാരൻ, ഒരു മര്യാദ ഇല്ലാതെ ഒരുത്തൻ ഇവൻ്റെ വീട്ടിലില്ലേ എന്നിങ്ങനെ പറയും. ശ്രീകാന്തിന് അത് ഒട്ടും പിടിച്ചില്ല. ശ്രീകാന്ത് പറയും, എൻ്റെ ഏട്ടൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റുള്ളത്, അങ്കിളിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. രേവതി ഏടത്തി അങ്ങനെ മോഷ്ടിച്ചു എന്ന് പറയാവൂ, അങ്കിൾ എന്തൊക്കെയാണ് പറഞ്ഞത് അങ്കിളിന് അറിയോ, അങ്കിൾ ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക നയപരമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വലിയൊരു വഴക്ക്, ഇപ്പം ഉണ്ടായ ഒരു വഴക്ക് നമുക്ക് മാറ്റാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് പിന്നെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേന്ന് ഇങ്ങനെ മഹിമയോട് പറയും. അപ്പോൾ മഹിമ പറയും, അത് പിന്നെ അപ്പോഴത്തെ ആ ഒരു വിഷമത്തിൽ അവൻ പറഞ്ഞതാണ്, ശ്രീകാന്ത് നല്ല പയ്യനാണ്, നമ്മുടെ വർഷയ്ക്ക് നല്ലോണം ചേരുന്ന പയ്യനാണ്, അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തണം, അവൻ ഇവിടെ നിൽക്കണം, അതിന് വേണ്ടിയില്ലേ നമ്മൾ പ്ലാനൊക്കെ ചെയ്തത്, എൻ്റെ പ്ലാനൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടൻ അങ്ങനെ ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടായത്, അതിൽ പിടിച്ച് കയറുമായിരുന്നു ഇങ്ങനെ പറയും. അപ്പോൾ മധുസൂദനൻ പറയും, ഓ അപ്പോൾ എനിക്ക് അടി കിട്ടിയത് എനിക്ക് സന്തോഷമാണല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പം മഹിമ പറയും, അതല്ല, നമ്മുടെ പ്ലാന് പൊളിഞ്ഞിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ വന്നത്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കുമല്ലോ, വർഷയും ശ്രീകാന്ത് ഇവിടെ നിൽക്കുമല്ലോ എന്നിങ്ങനെ പറയും. അങ്ങനെ അതവിടെ കഴിയും. എന്നിട്ട് നേരെ ഇപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ രവി അച്ഛൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇനി അവൻ വരുമോ, ശ്രീകാന്തും വർഷയും ഇനി വരില്ല എന്ത് ചെയ്യുന്നൊക്കെ പറയും. നമ്മുടെ രവി അച്ഛനാണെങ്കിൽ വരും, പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതി ഇങ്ങനെ നല്ല ഫുഡല്ലേ ഇനിയും പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, നിങ്ങൾ വീട്ടിന് പുറത്തേക്ക് പോകും, ഇനി നിങ്ങളിവിടെ നിൽക്കണ്ടെന്നിങ്ങനെ ചന്ദ്ര പറയും. അവർ വന്നപ്പോൾ തന്നെ സച്ചിയാണെങ്കിൽ ആക്കും, ഇവിടെ നിൽക്കാനുണ്ടോന്നോ, ഇത് നമ്മുടെ വീട് തന്നെയല്ലേ, എന്താ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, നിങ്ങൾ പുറത്തിറങ്ങ്, നിങ്ങൾ വേണ്ടാത്തൊക്കെ ചെയ്ത് വന്നിട്ട് പുറത്തിറങ്ങുന്ന ഇങ്ങനെ പറയും. രവിയേച്ചൻ ഇങ്ങനെ എന്തിനാണ് നിങ്ങളൊക്കെ പറയുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ ഇവരോട് ദേഷ്യപ്പെടുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, ഇവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ കണ്ടു തന്നെയല്ലേ എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും വരും. എന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇവരിവിടെ ഉണ്ടാകുമ്പോൾ ശ്രീകാന്തും വർഷയൊന്നും ഇവിടെ വരില്ല, പ്രായത്തിൻ്റെ ബഹുമാനം പോലും നോക്കാതെ വർഷയുടെ അച്ഛനെ അടിച്ചില്ലേ, അവർ എന്താ പറയുക, അവരെ നിലയും വിലയും നിനക്കറിയോ, എത്ര വലിയ ആളാണെന്ന് നിനക്കറിയോ, നീ അതൊന്നും കണക്കാക്കിയില്ലല്ലോ, നോക്കിയില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് സച്ചി പറയും, അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അയാൾ നിലയും വിലയൊന്നും ഇല്ലാത്ത ഒരാളാണ്, അച്ഛൻ്റെ അത്രയൊന്നും വലിപ്പമൊന്നും അയാൾക്കൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് അയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇവളെ കള്ളിയെന്ന് വിളിച്ചല്ലേ, അധ്വാനിച്ച് ജീവിക്കുന്നവളാണ് ഇവൾ, പൂവിറ്റ് ജീവിക്കുന്നവളാന്ന്, 1 രൂപ പോലും ഇവൾ അധികം വാങ്ങില്ല, അങ്ങനെയുള്ള ഇവളെയല്ലേ കള്ളിയെന്നൊക്കെ പറഞ്ഞത്, അന്ന് എനിക്ക് സഹിക്കില്ല, ഞാൻ ആദ്യമേ സൈലൻ്റായി നിന്നതാണ്, കുറേ ഞാൻ ക്ഷമിച്ചതാണ്, പിന്നെയും പറഞ്ഞപ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അടിച്ചത്, അയാൾ അടി ഇറന്ന് വാങ്ങിയതാണെന്നൊക്കെ ഇങ്ങനെ പറയും. ചന്ദ്ര വീണ്ടും പറയും, നീ എന്തിനാ വെറുതെ എത്ര പറഞ്ഞാലും നീ അടിക്കണമെന്നുണ്ടോ, നിനക്ക് തിരിച്ച് പറഞ്ഞാൽ പോരെ, 50 നീ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ പറയും, അടിക്കേണ്ട ആവശ്യമില്ലേനു, നീ ചെയ്ത് തെറ്റന്നെയാണെന്ന് ഇങ്ങനെ പറയും. ശ്രുതിയും ഒക്കെ പറയും, നീ ചെയ്ത് തെറ്റന്നെയാണ്, രേവതിയുടെ കയ്യിൽ മാല കണ്ടപ്പോൾ അദ്ദേഹം മോഷ്ടിച്ചു എന്ന് വിചാരിച്ചു, പക്ഷെ നീ അടിക്കണ്ടായിരുന്നു എന്നിങ്ങനെ ശ്രുതി പറയും. അപ്പോൾ ഇവൻ പറയും, കയ്യിൽ കണ്ടു എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയാമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയും, എന്നിട്ട് വർഷയുടെ ചടങ്ങിൻ്റെ കൂടെ ശ്രുതിയുടെ ചടങ്ങും കൂടെ നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ യെസ് പറഞ്ഞതാണ്, അത്രയും വലിയ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചടങ്ങ് ഒപ്പന നടത്തിക്കോട്ടെ എന്ന് പറയുള്ളൂ, നീ അതിനെയെല്ലാം ഇതാക്കിയില്ലേ, നാണം കെടുത്തിയില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര പറയും. അപ്പോൾ സച്ചി വീണ്ടും പറയും, രേവതിയെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൈയും കെട്ടി നോക്കിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, കള്ളീന്ന് വിളിച്ചാൽ എന്തേ, നിൻ്റെ ഭാര്യ അലിഞ്ഞില്ലാതായി പോവോ, അത് നിനക്ക് ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സച്ചി ദേഷ്യം പിടിച്ചിട്ട് പറയും, ഇവിടെ പൈസയും കൊണ്ട് ഓടിപ്പോയ ഒരുത്തനുണ്ട്, പിന്നെ ബ്യൂട്ടി പാർലറുടെ പേരും മാറ്റിയിട്ട് കുറേ ദിവസം അത് പറയാണ്ട് മുങ്ങി നടന്ന ഒരാളും ഉണ്ട്, അവരെ വിളിച്ചാൽ മതി, കള്ളന് കള്ളി, കള്ളി എന്നൊക്കെ, നിങ്ങൾ അവരെ വിളിച്ചാൽ മതി, എൻ്റെ ഭാര്യയെ വിളിക്കണ്ട, എൻ്റെ ഭാര്യ ഒരു കള്ളത്തരം ചെയ്യാത്ത എൻ്റെ ഭാര്യയെ വിളിക്കണ്ട എന്നിങ്ങനെ പറയും. പക്ഷെ ചന്ദ്ര വിട്ടുകൊടുക്കില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ പറയും. നമ്മുടെ രവിയച്ചൻ പറയും, നീ അതൊക്കെ വിട്ടേക്ക്, അതെല്ലാം പ്രശ്നമൊക്കെ വിട്ടേക്കെന്ന് പറയും. പക്ഷേ രേവതിയെ വിളിച്ചുകൊണ്ട് റൂമിൽ പോകാൻ നോക്കുമ്പോൾ ചന്ദ്ര പറയും, പോകാൻ പറ്റില്ല, ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കും, എന്നിട്ട് പറയും, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിരിക്കും. അപ്പോൾ പുറത്ത് പിന്നെ എല്ലാവരും പുറത്ത് വരും. എന്നിട്ട് സച്ചി ആദ്യം പറയും, ഒരു തീരുമാനം വെച്ചാൽ നമ്മളിവിടെ നിൽക്കാം, അമ്മ ഇറങ്ങിപ്പോയിക്കോട്ടെ എന്നിങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ പറയും, ആരും ഇറങ്ങിയൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, ഇല്ല, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല, ഇവരിവിടെ ഉണ്ടെങ്കിൽ വർഷയും ശ്രീകാന്തും ഇവരിവിടെ ഉണ്ടെങ്കിൽ അവർ വരില്ല, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഇവരാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് പുറത്ത് പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, ഓക്കെ നമ്മൾ പോകണമല്ലേ,
അപ്പോൾ നമ്മൾ പോയി തരാമെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് രേവതിയോട് ബാഗും ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി പറയും. രേവതി എന്നിട്ട് അച്ഛനപ്പോൾ പറയും സച്ചി വേണ്ട എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും ഇല്ല അച്ഛാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മളിനി ഇവിടെ നിൽക്കുന്നില്ല, അമ്മ അങ്ങനെയല്ല പറയുന്നത്, ഇനി ഇവിടെ നിൽക്കുന്നില്ല, പോകാമെന്ന് പറയും. അച്ഛനും ഞങ്ങളുടെ കൂടെ പോകാമെന്ന് പറയും. അപ്പോൾ അല്ലേ വേണ്ട, ഡ്രസ്സൊന്നും എടുക്കണ്ട, നമുക്ക് ആവശ്യത്തിനുള്ളത് ചെറുങ്ങനെ വാങ്ങാമെന്ന് പറയും. അച്ഛാ വാന്ന് പറഞ്ഞിട്ട് കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.